ബീഹാർ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണത്തിനെതിരായ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് അപേക്ഷകൾ നൽകാൻ കമ്മീഷൻ അനുവദിച്ച സമയം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. മുൻ ഉത്തരവിന് ശേഷം അവകാശവാദം സമർപ്പിക്കുന്ന വോട്ടർമാരുടെ എണ്ണത്തിൽ ക്രമാതീതമായി വർധനയുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. സജു തോമസ് കൊണ്ട് വിവരങ്ങൾ നൽകാനായി. സജു, ആദ്യം തന്നെ എപ്പോഴാണ് ഈ ഹർജി പരിഗണിക്കുന്നത്? അപേക്ഷ നൽകാനുള്ള സമയം നീട്ടണമെന്നുള്ള ഹർജി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ചു. മറ്റു വിശദാംശങ്ങൾ. അത് എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയം നീട്ടണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുള്ള ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതി മുൻപാകെ എത്തിയിരിക്കുന്നത്. ഹർജി ഇന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഉച്ചയോടുകൂടി ഇതിപ്പോൾ ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ധാരാളമായിട്ടുള്ള ഹർജികൾ സുപ്രീം കോടതിയുടെ മുൻപാകെ വന്നത്. പ്രത്യേകിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയവർക്ക് അപേക്ഷകൾ നൽകുന്നതിന് വേണ്ടിയുള്ള സമയം നീട്ടി നൽകണം എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മിക്ക ഹർജികളും സുപ്രീം കോടതിയുടെ നിലപാട് സുപ്രീം കോടതി നിലപാട് വ്യക്തമാക്കിയതാണ്. അതായത് എന്തുകൊണ്ടാണ് 11 രേഖയോടൊപ്പം ആധാർ ഉൾപ്പെടുത്താത്തതെന്നുള്ള ചോദ്യം സുപ്രീം കോടതി ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് വേണ്ടി അവർക്ക് അപേക്ഷ നൽകുന്നതിന് വേണ്ടിയുള്ള സമയം നീട്ടി നൽകണമെന്നുള്ള ആവശ്യവും സുപ്രീം കോടതി മുൻപോട്ട് വെച്ചിരിക്കുകയാണ്. അത് അംഗീകരിക്കാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സമയം നീട്ടി ചോദിച്ചിരിക്കുന്നത്. എന്തായാലും അതിന്റെ ഇന്നാണ് ഈ സമയപരിധി അവസാനിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഈ ഹർജിയും എത്തിയിരിക്കുന്നത്. ഹർജിയിൽ സുപ്രീം കോടതിയിൽ ഇന്ന് തീരുമാനം ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നിരീക്ഷണം ഏറെ നിർണായകമാണ്.